ഒരിടത്തൊരു കാട്ടിൽ ഒരു സിംഹരാജാവ് ഉണ്ടായിരുന്നു. കാട്ടിലെ രാജാവായ സിംഹം വളരെ നന്മയുള്ളവനും ദയാലുവുമായിരുന്നു. അതുകൊണ്ട് തന്നെ കാട്ടിലെ മൃഗങ്ങളെല്ലാം സിംഹത്തിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു ദിവസം ഉച്ചയ്ക്ക് സിംഹം ഒരു മരച്ചുവട്ടിൽ കിടന്നുറങ്ങിയായിരുന്നു. അപ്പോഴാണ് വികൃതിക്കുട്ടനായ കിട്ടുഎലിയുടെ വരവ്. അവൻ പമ്മി പമ്മി വന്ന് ഉറങ്ങിക്കിടന്ന സിംഹരാജാവിനെ ശല്യം ചെയ്യാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും സിംഹത്തിന്റെ ദേഹത്തുകൂടി വീഴുകയും ചെയ്തു. തന്നെ ഉറങ്ങാൻ അനുവദിക്കാതെ ശല്യം ചെയ്ത കിട്ടുഎലിയെ സിംഹരാജൻ കയ്യോടെ പിടികൂടി. തന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയ കിട്ടുഎലിയെ സിംഹരാജൻ ശിക്ഷിക്കാനൊരുങ്ങി. കിട്ടുഎലി ഭയന്നു വിറച്ചു. എങ്ങനെയും സിംഹത്തിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഉപായം ആലോചിച്ചു കിട്ടുഎലി. എന്നിട്ട് കിട്ടുഎലി സിംഹരാജാവിനോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ സിംഹരാജാവേ, എന്നെ ശിക്ഷിക്കരുത്. എന്നെ ശിക്ഷിക്കാതെ വെറുതെ വിട്ടാൽ തീർച്ചയായും ഞാൻ ആപത്തിൽ അങ്ങയെ സഹായിക്കുന്നതായിരിക്കും. ഇത് കേട്ടതും സിംഹരാജാവിന് ചിരി വന്നു. നല്ല തമാശ തന്നെ. ഒരു എലി എന്നെ ആപത്തിൽ നിന്ന് സഹായിക്കുമോ? എലി ചെറിയ എലിയല്ലേ, അപ്പൊ എങ്ങനെ സിംഹത്തിനെ സഹായിക്കുക? അത് ആലോചിച്ച് ചിരിച്ചതാ സിംഹം. എന്നാലും കിട്ടുഎലിയുടെ ആത്മവിശ്വാസം കണ്ട് സിംഹം അവനെ വെറുതെ വിട്ടു. തന്റെ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ കിട്ടുഎലി അവിടെ നിന്നും ഓടിപ്പോയി. കുറച്ച് നാളുകൾക്ക് ശേഷം കിട്ടുഎലി കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോകുന്നതിനിടയ്ക്ക് കിട്ടുഎലി ഒരു കാഴ്ച കണ്ടു. സിംഹരാജാവിനെ വേട്ടക്കാർ പിടികൂടി ഒരു വലക്കുള്ളിലാക്കിയിരിക്കുന്നു. കിട്ടുഎലി ഉടനെ തന്നെ അന്ന് തന്നോട് ദയ കാണിച്ച സിംഹരാജാവിനെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ തീരുമാനിച്ചു. അവൻ പതുക്കെ വേട്ടക്കാരന്റെ ഒന്നും കണ്ണിൽപ്പെടാതെ സിംഹരാജാവിന്റെ അടുത്തെത്തി. സിംഹരാജാവിനെ കെട്ടിയിട്ടിരുന്ന ആ വലയുണ്ടല്ലോ, ആ വല കടിച്ചു മുറിക്കാൻ തുടങ്ങി. വലയുടെ കെട്ടുപൊട്ടിയതും സിംഹരാജൻ രക്ഷപ്പെട്ട സിംഹരാജൻ എലിയോട് നന്ദി പറഞ്ഞ് രണ്ടുപേരും കാട്ടിലേക്ക് ഓടിപ്പോയി. ഇതിൽ നിന്നും കൂട്ടുകാർക്ക് എന്താ മനസ്സിലാകുന്നത്? നമ്മൾ ആരെയും നിസ്സാരമായി കാണരുത്. ചിലപ്പോൾ നമ്മൾ കാണിക്കുന്ന ചെറിയ ദയ പോലും ഒരു നാൾ നമുക്ക് വലിയ സഹായമായി മാറും.